ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്കിപ്പോൾ ആഴ്ചയിൽ ഡെയിലി എന്ന് പറഞ്ഞ പോലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു ഒന്നോ ചിലപ്പോൾ രണ്ടോ അങ്ങനെ വീഡിയോ ഇട്ടാലായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്കിംഗ് വീഡിയോ ഇടുന്ന കാരണം കൊണ്ട് പുതിയ പുതിയ റെസിപ്പി ഒന്നും ഇപ്പോൾ പരീക്ഷിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഒറ്റ വീഡിയോസ് നിങ്ങളങ്ങനെ കാണാത്ത അധികമായിട്ട്. പുതിയ പുതിയ എന്തെങ്കിലും കോണ്ടൻറ്റൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇടാം. ആഴ്ചയിൽ രണ്ടോ മൂന്നോ അത്രേ ഇടുന്നുള്ളൂ. പിന്നെ വ്ളോഗൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഞാൻ തന്നെ ഇട്ടിട്ട് വീണ്ടും നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. വ്ളോഗൊക്കെ ചെയ്യാനായിട്ടൊരു മൂഡും ഇല്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇങ്ങനെ ഇടയ്ക്ക് നല്ല ഗ്യാപ്പുകൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പൂജ വെപ്പ് ആ ദിവസം ഉണ്ടല്ലോ, പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്ന അന്ന് നമ്മൾ ഒരു 6 മണിക്ക് ഇപ്പോൾ ഹസ്ബൻഡ് വിളിക്കുക ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അടുത്ത് റിലാക്സ് അഡാന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. അവിടെ നമ്മൾ അതിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിവിടെ ചായ കുടിക്കാൻ കയറിയുള്ളത്. അപ്പോൾ ആൾ പറയും പിന്നെ പോകാമെന്ന്. അങ്ങനെ ആൾക്ക് ഒരു സമയം വന്നത് അന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ബുക്ക് പൂജയ്ക്ക് വയ്ക്കണം, എനിക്കിവിടെ വീടൊക്കെ ക്ലീൻ ആക്കാനും പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി നമുക്ക് നേദിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു നീ പൂജ കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങണുള്ളൂ എന്ന്. അത് കഴിഞ്ഞ് 6:20 ആൾ വിളിച്ചു, ഞാൻ അവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം, അവിടെ എന്തായാലും ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം, വൈഫൈ ഒക്കെ ഉണ്ട്, പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഓക്കെ അവിടെ ഇരിക്കാം, ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞു. പക്ഷേ 6:30 ആയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കുറച്ച് കഴിയുമ്പോൾ കോളിംഗ് ബെല്ല് വന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ആൾ വന്നു എന്ന്. ആൾ പറഞ്ഞു ഞാൻ എത്ര നേരം അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് പോകുന്നതായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോഴാണ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അത് അടച്ചു. അവിടെ എന്തോ ഷോ നടക്കുന്നുണ്ട്, ആ സമയത്ത് അവിടെ ഉണ്ടാവില്ല, അവിടെ ക്ലോസ് ആയിരിക്കും. പിന്നെ 11:30 ആകുമ്പോൾ അവിടെ ഓപ്പൺ ആകുമെന്ന് അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ എഴുതി. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് നേരെ വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരു ശ്രീ ഉടുപ്പി കഫേ പറഞ്ഞിട്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ തെറ്റി. മോനെ ഇന്ന് ഇഡ്ഡലിയും ദോശയും തന്നെ, എനിക്കിഷ്ടമുള്ളതൊന്നും വാങ്ങില്ല, അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ്. ഓക്കെ ശരി, എന്നാൽ അവന് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വഴി തിരിച്ചു വിട്ടു. ഇതിനു മുമ്പ് ഞാൻ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ അവിടേക്കും കൊണ്ടുപോയിരുന്നു കേട്ടോ അവരെ, അതായത് കഫേ ഫ്ലമോറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അങ്ങോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് കുറച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതായത് പോലെ ചെസ്സ്, ലൂഡോ, അതുപോലെ ഊനോ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങോട്ട് പോയി. ഇതിനു മുമ്പ് അച്ഛനും അമ്മയും വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് എന്നെ തല്ലിയില്ല എന്നുള്ളൂ കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ, എല്ലാത്തിനും നല്ല റേറ്റാണ്. കോഫിയൊക്കെ ചിലത് നമ്മൾ എന്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്യും, അറിയും കൂടി ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അന്ന് വന്നപ്പോൾ കോഫി ഓർഡർ ചെയ്തപ്പോൾ സംഭവം ഒരു ഗ്ലാസിൻ്റെ 1/4 ഭാഗമാണ് കോഫി ഉള്ളൂ, കൂടെ ഒരു ചോക്ലേറ്റ് പീസും. അപ്പോൾ അവൾ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഫി കുടിക്കുക, ചോക്ലേറ്റ് കഴിക്കുക. ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റാണ്. അച്ഛൻ കോഫി കുടിച്ചു. ഞാൻ പറഞ്ഞു ആ ചോക്ലേറ്റും കഴിക്കണം. ചോക്ലേറ്റ് കഴിച്ചപ്പോൾ അച്ഛൻ്റെ മുഖം കാണണം, രണ്ടും കയ്പോട് കയ്പ്പ്, മധുരയില്ല. ഞാൻ കഴിച്ചു നോക്കി, അതന്നെ അവസ്ഥ. അമ്മ കഴിച്ചപ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ കാണാം. ഞാൻ പറഞ്ഞ ഇങ്ങനെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അവരെന്ത് വിചാരിക്കും. മോനും കൊടുത്തു, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ വാങ്ങിച്ചാലും കുടിച്ച് തീർത്തു, ഇത്തിരിയല്ലേ ഉള്ളൂ. പിന്നെ മോൻ എന്തോ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പീസയൊക്കെ വാങ്ങി ഞങ്ങൾ പൈസ പോയത് മിച്ചം വയറ് നിറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പ്ലാനോട് കൂടിയാണ്, നമ്മൾ നല്ല നല്ല സാധനങ്ങൾ ഓർഡർ ചെയ്യുള്ളൂ, അറിയുന്നത് മാത്രം ഓർഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെനു ഇരുന്ന് പഠിക്കാൻ കേട്ടോ. മോൻ എക്സാമിന് പോലും അതിൽ പഠിച്ചിട്ടില്ല. അമ്മ അതിലിരുന്ന് എത്ര നേരം ഇരുന്നിട്ടാണ് അറിയാം ഓർഡർ കൊടുത്തത്. പിന്നെ അത് വരാനും കുറേ സമയം എടുക്കും. അങ്ങനെ നമ്മൾ ബുക്ക് പൂജയ്ക്ക് വെച്ച കാരണം വെജ് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. അപ്പോൾ വെജ് ലോഡഡ് പിസ്സ, പിന്നെ മാഗി, പിന്നെ മോനൊരു സംഭവം ഇത് കോഫി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. തിരമിസു പറഞ്ഞിട്ട് നല്ല ടേസ്റ്റായിരുന്നു. വയറിട്ട് അലിഞ്ഞ് പോവും, പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറച്ചുള്ളൂ, നല്ല റേറ്റും. 300-ന് മുകളിലാണ് ഒട്ടുമിക്ക സാധനങ്ങളുടെ റേറ്റ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ പൈസ നല്ല രീതിയിൽ തന്നെ ആവും. പിന്നെ ബില്ല് കൊടുക്കാൻ നേരത്തെ അവരൊരു ഇങ്ങനെ ചിട്ടെടുക്കാൻ കൊണ്ടുവന്നു, മോളെ കൊണ്ട് എടുപ്പിച്ചപ്പോൾ 10-15% ഓഫറുണ്ട് ബില്ല് ടോട്ടൽ എമൗണ്ടിൽ നിന്ന്. അപ്പം അവർ പറഞ്ഞു ഇതിന് വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് ഈ കഫേയുടെ പേര് അടിച്ചു കൊടുത്തിട്ട് റിവ്യൂ റേറ്റിംഗ് ഒക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്ത് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ 10% അത്രയും ഓഫർ തരും. അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ നമുക്ക് 10% ഓഫർ കിട്ടി. പിന്നെ അതിപ്പോൾ കാണിച്ച സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമുക്ക് പോയി കോഫി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കയ്യിൽ പൈസ പോയി, ഞാൻ പറഞ്ഞല്ലോ വയറൊട്ടും നിറഞ്ഞില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇത്തിരി നീങ്ങിയിട്ടാണ് നമ്മളുടെ ശ്രീ ഉടുപ്പി കഫേ. അപ്പോൾ അവിടെ പോയി നമ്മൾക്ക് സാധാരണ കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത ഒരു സമാധാനമുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുന്നത്, അതും വെജ് ഫ്രൈഡ് റൈസ്. പിന്നെ ഹസ്ബൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ വട, മോൻ ഒരു വെജ് നൂഡിൽസ്, ഇത്രയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അത് കഴിച്ചപ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞു. പക്ഷേ നൂഡിൽസ് അച്ഛനും മോനൊക്കെ കൂടി ഫിനിഷ് ചെയ്തു. ഇത് ഹസ്ബൻഡ് എടുത്തു, പക്ഷേ അത് എന്നാലും ഫിനിഷ് ആയില്ല. അത് കുറച്ച് പിന്നെയും ബാക്കി വന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു മലയാളികളുടെ ഡെയിലി ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനും കുറച്ച് മസാല സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കണ്ട് ഇങ്ങനെ വാങ്ങി പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി.
അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചായ മാത്രം കുടിച്ചില്ല എന്ന് മാത്രമല്ല, നിരങ്ങി നടന്ന് ഓരോന്ന് കഴിച്ചു. ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചു. പിന്നെ രാത്രി നമുക്ക് ഡിന്നറൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല വേറെ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.